Welcome back to my channel. Let's do it with Ash. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതെ, വളരെ ക്യൂട്ടും ബ്യൂട്ടിഫുള്ളുമായിട്ടുള്ള ഒരു സർപ്രൈസ് എക്സ്പ്ലോഷൻ ബോക്സ് ആണ്. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വളരെ ഭംഗിയുള്ള, ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗിഫ്റ്റ് ആയിരിക്കും ഇത്. വാലന്റൈൻസ് ഡേക്കോ ബർത്ത്ഡേക്കോ ആനിവേഴ്സറിക്കോ ഒക്കെ നമുക്കിത് ഉണ്ടാക്കി ഗിഫ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടുന്നതെന്നും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടുന്നത് ചാർട്ട് പേപ്പറാണ്. കുറച്ച് തിക്നെസ് ഉള്ള ചാർട്ട് പേപ്പറാണ് വേണ്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ നിന്നും വാങ്ങുമ്പോൾ തിക്നെസ് ഉള്ളത് നോക്കി മേടിക്കുക. ഏകദേശം 15 റുപ്പീസാണ് ഈ ഒരു ചാർട്ട് പേപ്പറിൻ്റെ പ്രൈസ്. ഈ ഒരു ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുക്കേണ്ട മെഷർമെൻറ്റ് 33x33 സെൻറ്റിമീറ്റർ ആണ്. പിന്നീട് ഇതിനെ ഞാൻ 11x11 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിൽ ഈക്വലായി ഡിവൈഡ് ചെയ്ത് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി കുറച്ച് ഷാർപ്പായിട്ടുള്ള ഒരു ടൂൾ ഉപയോഗിച്ച് എല്ലാ വരച്ച ലൈൻസിന് മുകളിലുമായി ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഫോൾഡ് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഇതേപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഞാനിവിടെ 11x11 സെൻറ്റിമീറ്റർ ഇതേപോലെ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം പേപ്പറിനെ ഇതേപോലെ ഡയഗണലായി ഫോൾഡ് ചെയ്യുക. പിന്നീട് അതിൽ ഇതേപോലെ ഒരു ഹാർട്ട് ഷേപ്പ് കൂടി വരച്ചെടുക്കണം. വരച്ചെടുത്ത ഹാർട്ട് ഷേപ്പിലെ പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചാർട്ട് പേപ്പറിൻ്റെ 4 സൈഡിലുമായി ഈ ഒരു ഹാർട്ട് ഷേപ്പ് ഒന്ന് വരച്ചെടുക്കണം. ഹാർട്ട് ഷേപ്പിലെ പീസ് ഇതേപോലെ സൈഡിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് വരച്ചെടുക്കേണ്ടത്. ഇതേപോലെ തന്നെ 4 സൈഡിലും ട്രേസ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഹാർട്ട് ഷേപ്പ് എല്ലാ സൈഡിലും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ സൈഡിലെ പോർഷൻ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതേപോലെ തന്നെ എല്ലാ സൈഡും നല്ല നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നാല് സൈഡിലും ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചാർട്ട് പേപ്പറിൻ്റെ ബാക്ക് സൈഡിലെ ഹാർട്ട് ഷേപ്പിൻ്റെ മിഡിൽ പോർഷനിൽ ഡയഗണലായിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. എല്ലാ ഹാർട്ട് ഷേപ്പിൻ്റെ പീസിലും ഞാനിവിടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഹാർട്ട് ഷേപ്പിൻ്റെ മിഡിൽ പോർഷനിൽ ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എല്ലാ സൈഡിലും ഇതേപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഈ ചാർട്ട് പേപ്പറിൻ്റെ മിഡിൽ പോർഷനിൽ ഇതേപോലെ 2 ലൈൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലുള്ള ഹാർട്ട് ഷേപ്പ് എല്ലാം അകത്തോട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിതൊരു ബോക്സ് ഷേപ്പിൽ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഈ ചാർട്ട് പേപ്പറിൻ്റെ അകത്തെ പോർഷൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി പിങ്ക് കളർ ചാർട്ട് പേപ്പറിൽ നിന്നും ഒരു ഹാർട്ട് ഷേപ്പിലെ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 4 സൈഡിലും ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയാണിത്. അപ്പോൾ ഇതേപോലെ 4 പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ സൈസ് നമ്മുടെ ചാർട്ട് പേപ്പറിലെ ഹാർട്ട് ഷേപ്പിലെ സൈസിൽ നിന്നും കുറച്ച് ചെറുതായിട്ടുള്ള സൈസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതേപോലെ ഈ ചാർട്ട് പേപ്പറിൻ്റെ അകത്തെ സ്ക്വയർ പോർഷനിൽ ഒട്ടിക്കാനായി പിങ്ക് കളർ ചാർട്ട് പേപ്പറിൽ നിന്നും 10x10 സെൻറ്റിമീറ്ററിൽ ഇതേപോലെ 4 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ച് എല്ലാ സ്ഥലത്തും ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ചാർട്ട് പേപ്പറിൻ്റെ ഫ്രണ്ട് സൈഡിലെ സ്ക്വയർ പീസിൽ ഒട്ടിച്ച പോലെ തന്നെ ബാക്ക് സൈഡിൽ നമുക്ക് ഒട്ടിച്ചെടുക്കണം. 10x10 സെൻറ്റിമീറ്റർ സൈസിലെ 4 പീസ് കൂടി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് സൈഡിൽ ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഹാർട്ട് ഷേപ്പിലും സ്ക്വയർ ഷേപ്പിലും എല്ലാം കട്ട് ചെയ്തെടുത്ത പീസ് ഇവിടെ നീറ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി ഞാനിവിടെ 9x27 സെൻറ്റിമീറ്ററിൽ വൈറ്റ് കളർ ചാർട്ട് പേപ്പറിൽ നിന്നും ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം 9 സെൻറ്റിമീറ്റർ വീതം ഈക്വലായി ഡിവൈഡ് ചെയ്ത് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കണം. രണ്ടാമത്തെ പേപ്പറിലും ഇതേപോലെ 9 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്തെടുക്കണം. മാർക്ക് ചെയ്തെടുത്ത ലൈൻസിന് മുകളിലായി ഞാൻ ഈ ടൂൾ ഉപയോഗിച്ചൊന്ന് വരച്ചെടുക്കുകയാണ്. നമുക്കിത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൂടി എടുക്കണം. ഈ 2 പീസും ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആദ്യത്തെ പീസ് ഈ ബേസ് പോർഷനിലേക്ക് ഒട്ടിച്ചെടുക്കണം. അതിനുവേണ്ടി ഈ പേപ്പറിൻ്റെ ബാക്ക് സൈഡിലെ മിഡിൽ പോർഷനിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ മിഡിൽ പോർഷനിൽ നല്ല നീറ്റായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ആദ്യത്തെ ഈ ഒരു പീസ് ഒട്ടിച്ച പോലെ തന്നെ രണ്ടാമത്തെ പീസിൻ്റെ ബാക്ക് സൈഡിലും ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക.
അതിനുശേഷം ഈ ആദ്യത്തെ പീസിൻ്റെ മുകളിലായിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. 2 പീസും ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അകത്തോട്ട് ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കണം. അടുത്തതായി നമുക്ക് ബോക്സിൻ്റെ അകത്തെ പോർഷൻ വെക്കുന്നതിന് വേണ്ടി പിങ്ക് കളർ ചാർട്ട് പേപ്പറിൽ നിന്നും 10 x 4.5 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിൽ 4 പീസ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത പീസ് ഫോൾഡ് ചെയ്യാനായി ഈ 3 സൈഡിലുമായി 0.5 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്ത് കൊടുക്കണം. എല്ലാ പീസിലും ഇതേപോലെ തന്നെ 0.5 സെൻറ്റിമീറ്റർ വീതം ഈ 3 സൈഡിലുമായി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി എല്ലാ പേപ്പറിൻ്റെ താഴത്തെ 2 സൈഡിലുമായി ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മാർക്ക് ചെയ്ത എല്ലാ സൈഡും നന്നായിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് പ്രസ് ചെയ്തെടുക്കണം. എല്ലാ പേപ്പറിൻ്റെയും ഈ ഒരു 3 സൈഡ് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. അടുത്തതായി നമുക്കിവിടെ ഫോൾഡ് ചെയ്തെടുത്ത പേപ്പറിൻ്റെ ഈ ഒരു പോർഷനിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ബോക്സിൻ്റെ അകത്തെ ഈ ഒരു പോർഷനിലാണ് നമുക്കിത് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ പീസിലും ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ചാർട്ട് പേപ്പറിൻ്റെ സ്ക്വയർ പീസിലെല്ലാം നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഈ പേപ്പറെല്ലാം ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാനായി മുകളിലത്തെ പോർഷൻ ഉണ്ടാക്കിയെടുക്കണം. അകത്തെ ഈ ഒരു ബോക്സിനും പുറത്തെ ഈ ഒരു ബോക്സിനുമായിട്ടാണ് നമ്മൾ മുകളിലത്തെ പോർഷൻ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം ആദ്യം ഞാനിവിടെ പുറത്തുള്ള ബോക്സ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 17.5 സെൻറ്റിമീറ്ററിൽ ഇതേപോലെ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ 4 സൈഡിലുമായി 3 സെൻറ്റിമീറ്റർ വീതം ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോർഷനെല്ലാം നന്നായിട്ട് ഇതേപോലെ വരച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്കെയിൽ ഉപയോഗിച്ച് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്തെടുത്ത ഈ ഒരു പേപ്പറിൻ്റെ എല്ലാ എൻഡിലും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിയിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. എല്ലാ സൈഡിലെയും എൻഡ് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പീസ് നമുക്ക് അകത്തേക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്യണം. അതിനുശേഷം ഒരു ഫെവിക്കോൾ ഉപയോഗിച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ഈ 2 സൈഡിലും ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഈ ബാക്കിയുള്ള 2 സൈഡും ഒട്ടിച്ചെടുക്കാം. എല്ലാ സൈഡിലും ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈ ആദ്യത്തെ ബോക്സിൻ്റെ മുകളിലത്തെ ഭാഗം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് നമുക്ക് അകത്തെ ബോക്സിൻ്റെ ലിഡും ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനുവേണ്ടി 14.2 സെൻറ്റിമീറ്ററിൽ ഇതേപോലെ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുക. അതേപോലെ ഈ പേപ്പറിൻ്റെ സൈഡിലെ പോർഷൻ ഫോൾഡ് ചെയ്യാനായി മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട മെഷർമെൻറ്റ് 2.5 സെൻറ്റിമീറ്റർ ആണ്. എല്ലാ സൈഡിലും 2.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുക്കണം. ഇനി മുമ്പ് ചെയ്ത പോലെ തന്നെ എല്ലാ സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ച് എല്ലാ സൈഡും ഒന്ന് ഒട്ടിച്ചെടുക്കാം. 2 ബോക്സിൻ്റെയും ക്ലോസ് ചെയ്യാനുള്ള മുകളിലത്തെ പോർഷൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ ചാർട്ട് പേപ്പറിൻ്റെ മിഡിൽ പോർഷനിൽ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഗ്ലിറ്റർ പേപ്പർ കൊണ്ട് 4 ഹാർട്ട്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആദ്യത്തെ ബോക്സിൻ്റെ പിങ്ക് കളറിലെ പേപ്പർ ഒട്ടിച്ച ഭാഗത്തായി ഇതേപോലെ ചെറിയ കുക്കീസോ അല്ലെങ്കിൽ ചോക്ലേറ്റോ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഈ ബോക്സിൻ്റെ മിഡിൽ പോർഷനിൽ നമുക്ക് ഇഷ്ടമുള്ള സർപ്രൈസ് ഗിഫ്റ്റ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതേപോലെ ഒരു ബോക്സിൽ ഒരു റിംഗ് ആണ് സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അകത്തെ ബോക്സിൽ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് കുക്കീസ് എല്ലാം ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഈ പുറത്തുള്ള ബോക്സിൻ്റെ ഈ ഒരു ഭാഗത്തായി നമുക്ക് ഇതേപോലെ ചെറിയ ചോക്ലേറ്റ് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഈ ബോക്സിൻ്റെ അടപ്പിൻ്റെ പോർഷൻ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഈ അകത്തെ പോർഷനിൽ ഡബിൾ സൈഡ് ടേപ്പ് ഞാൻ 4 സൈഡിലുമായി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വൈറ്റ് കളർ സാറ്റിൻ ടേപ്പ് ഉപയോഗിച്ച് ഒരു എൻഡിൽ നിന്നും ഇതേപോലെ മറ്റേ എൻഡിലേക്ക് ആവശ്യമുള്ള നീളം അനുസരിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു വട്ടം കൂടി സാറ്റിൻ റിബൺ റോസ് ആയിട്ട് ഞാൻ ഒന്നുകൂടി ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ഈ ക്യാപ്പിൻ്റെ മുകൾ ഭാഗം ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ബോക്സ് ചോക്ലേറ്റ് എല്ലാം ഒട്ടിച്ച് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയ വൈറ്റ് കളറിലെ ഹാർട്ട്സും ഈ ഒരു ഭാഗത്തായി ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ സർപ്രൈസ് ഗിഫ്റ്റ് ഈ ഒരു മിഡിൽ പോർഷനിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ആദ്യത്തെ ഈ ഒരു ബോക്സ് ക്ലോസ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഈ മിഡിൽ പോർഷനിലെ ബോക്സ് ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുറത്തുള്ള ബോക്സാണ് ക്ലോസ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആദ്യം ഈ ഹാർട്ട് ഷേപ്പിലെ പീസെല്ലാം ഇതേപോലെ ഫോൾഡ് ചെയ്ത് അകത്തോട്ടായി പ്രസ് ചെയ്ത് നമുക്ക് ഈ ക്യാപ്പ് ഉപയോഗിച്ചൊന്ന് ക്ലോസ് ചെയ്യണം.
നമ്മുടെ ക്യൂട്ടായിട്ടുള്ള എക്സ്പ്ലോഷൻ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തായി ഞാനൊരു ഫ്ലവർ കൂടി ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. ഇതേപോലെ ആദ്യത്തെ ഈ ക്യാപ്പ് ഞാൻ റിമൂവ് ചെയ്യാണ്. അപ്പം ഇതേപോലെയാണ് ഇത് ഓപ്പൺ ആയി വരുന്നത്. ഇനി നമുക്ക് ഈ ചെറിയ ബോക്സ് കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ഈ വളരെ ഭംഗിയുള്ള ഈ സർപ്രൈസ് എക്സ്പ്ലോഷൻ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു ബോക്സ് നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. വാലന്റൈൻസ് ഡേക്ക് അല്ലാതെയും ബർത്ത്ഡേക്കോ ആനിവേഴ്സറിക്കോ ഒക്കെ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലും സപ്പോർട്ട് ചെയ്യുക. അതിനുവേണ്ടി ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ.